മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിക്കൊണ്ടിരിക്കുക. അതാണ് മിഷൻ മോട്ടോർ ബി. അപ്പൊ ഞങ്ങള് ബാലുശ്ശേരിയാണല്ലേ മാഷെ? ബാലുശ്ശേരി ടൗണിലാണ്. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്, ചെറുതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ചായയൊക്കെ കുടിച്ചു. ചായയും എന്താണ് പപ്സ് അല്ലേ? ഇന്നലെ നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇന്നലത്തെ പപ്സ് ഞങ്ങൾ ഇന്നാണ് കഴിച്ചത്. അതെ. അപ്പോൾ ഒരു ചായ കുടിച്ച് പപ്സൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വർക്കിലേക്ക് ഇറങ്ങാമല്ലോ. പക്ഷേ നമ്മളെ ബാലുശ്ശേരി ടൗൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാഴ്ചപ്പാട് അനുസരിച്ച് പിന്നെ പറയാം. വൈകുന്നേരം പറയാം. ഞങ്ങൾക്ക് ഓരോ കാഴ്ചപ്പാടുണ്ട്. കാരണം നമ്മൾ ഓരോ ടൗണിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ 8 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ ടൗണിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, മനസ്സിലൊരു മുൻകൂട്ടിയുള്ള മുൻധാരണ ഉണ്ട് അല്ലേ? ഒരു മുൻവിധി. യെസ്. അപ്പോൾ ആ മുൻവിധി എങ്ങനെയുണ്ട് എന്ന് നോക്കി നോക്കാം എന്തായാലും ഇറങ്ങിയിട്ട് അല്ലേ? ഓക്കെ ഗൈസ്. ബാലുശ്ശേരിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടായ ചെറിയ അനുഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു കോള് വന്നു അല്ലേ? പക്ഷേ രാവിലെ ഒരു കോള് വന്നു. അപ്പോൾ ആ കോളിൻ്റെ ഉടമയുടെ പേര് മിനി എന്നാണ് അല്ലേ? മിനി MK. മിനി ചേച്ചി. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് മിനി എന്നാണേ. ആ അമ്മയല്ലാട്ടോ വിളിച്ചത്, വേറൊരു മിനി ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്തെങ്കിലും തരണം, ഒരു ചെറിയ സംഭാവന ഇട്ട് തരണം എന്ന് മിനി ചേച്ചി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓക്കെ, മിനി ചേച്ചിക്ക് എന്തായാലും താല്പര്യമാണെങ്കിൽ നമുക്ക് തരട്ടെ ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഒരു ഒച്ച വന്നു, ഒരു മെസ്സേജ് വന്നു. നോക്കുമ്പോൾ ഓപ്പണാക്കി നോക്കുമ്പോൾ 2500 രൂപ മിനി ചേച്ചി വയനാട് അമ്പലവയൽ, അതായത് ഞങ്ങളുള്ള സ്ഥലത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ടൗണിൽ നിന്ന്, അമ്പലവയലിൽ തന്നെ 2500 രൂപ മിനി ചേച്ചി തന്നിരിക്കുക. അപ്പോൾ മിനി ചേച്ചിൻ്റെ കയ്യിൽ ഒരുപാട് ഉണ്ടായിട്ടല്ല. കാരണം എന്ന് വെച്ചാൽ മിനി ചേച്ചിക്ക് ഒരു വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട് കുറേ ആൾക്കാർ സഹായിച്ചിട്ടല്ലേ? പള്ളിയിൽ നിന്നും അവിടെ നിന്നും സഹായിച്ചിട്ട് സ്വന്തം അധ്വാനവും പിന്നെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടും കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു വീടാണ് കേട്ടോ. അപ്പോൾ വീടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മിനി ചേച്ചി കുറേ നാളായാലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങളെ അല്ലേ, നമ്മുടെ ഈ മിഷനെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് തന്നെയാണ്. എത്രയോ ആൾക്കാർ ഒരു 2500 അല്ലെങ്കിൽ 5000 അല്ലെ 1000 അല്ലെ 100 പോയാൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ പെട്ടിയിൽ നിന്നൊക്കെ മാറ്റി 1 രൂപ തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ശരിക്കും അവർക്കൊക്കെ ഒരു പാടാണ് ഇതില്ലേ. ആരും കുറ്റം പറയുന്നതല്ല, ഓരോരുത്തർ അവസ്ഥ നോക്കുക. ഇല്ലായ്മയെന്നാണ് ആ 2500 രൂപ എടുത്ത് തരണമെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ല പൈസ. പക്ഷേ ചേച്ചി പറഞ്ഞറിയോ, ഇതിലും കൂടുതൽ തരാണ് ഞാൻ നോക്കിയത്, പക്ഷെ എനിക്ക് ഒത്തില്ലെന്നാണ്. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. തീർച്ചയായിട്ടും അപ്പോൾ ഒരു മനസ്സൊന്നും ആലോചിക്കുക. അപ്പോൾ ആ ചേച്ചിക്ക് ഞങ്ങളുടെ മിഷൻ്റെ പേർക്ക് ഒരുപാട് നന്ദി പറയാം കേട്ടോ. ഒരുപാട് നന്ദി ചേച്ചി. കാരണം വെച്ചാൽ ചേച്ചിക്ക് ആ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ചേച്ചീൻ്റെ ഇല്ലായ്മയിൽ നിന്ന് മാക്സിമം ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട്, ഒരു സംഭാവന തന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ചേച്ചിനെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി അല്ലേ. നമുക്ക് 5 പോരാ ചേച്ചി, നമുക്ക് കേരളത്തിലെ മൊത്തം ഞങ്ങളുടെ വീടാണ് ചെയ്യും ചേച്ചി. ഞങ്ങളെ കൊണ്ട് നടക്കും, ചെയ്യും, ഉറപ്പുണ്ടാവും.
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയ പാടെ തന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ കാര്യങ്ങൾ അറിയാനും നല്ല രീതിയിൽ തന്നെ സംഭാവന കാര്യങ്ങളൊക്കെ തരാൻ എല്ലാവരും ഭയങ്കര ഉഷാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഒരു വർഷക്കാരെ പരിചയപ്പെട്ടു. ഗാർഡിയൻ എന്ന ഷോപ്പാണ് ഇവിടുത്തെ. ഇക്കാരം പരിചയപ്പെട്ടു. കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാനും ഞങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ തയ്യാറായി. അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ടും അവരുടെ കാര്യം ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ മിഷന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ മിഷന്, അതായത് ഞങ്ങളുടെ അതേ മൈൻഡിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നും അറിയാതെ ജസ്റ്റ് സംഭാവന ഒരു 10 രൂപ കൊടുത്തിട്ട് അവരങ്ങ് ഒഴിവാക്കിയെന്നല്ല, അവരെക്കുറിച്ച് മനസ്സിലാക്കുക, അവർക്ക് കൂടുതൽ സപ്പോർട്ട് തരിക. ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം നല്ലൊരു സംഭാവന തന്നു ചേട്ടായി. അതുപോലെ തന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം നിങ്ങൾക്കറിയാം, ഒരു 98% ചെല്ലുന്ന സ്ഥലങ്ങളിൽ പരിചയപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തരാറ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ പൈസ അഷൂർക്ക ഞങ്ങൾക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് നന്ദി. ഓക്കെ, ഇവര് ഇങ്ങനെ എന്താ പറയുക, ഗിവ് 1 rupee ചലഞ്ചുമായിട്ട് നടക്കുക, കേരളം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ യാത്ര കൂടുതലായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ നടക്കട്ടെ എന്നും അവരുടെ ലക്ഷ്യം നല്ല വിജയകരമായിട്ട് തീരുമാനമായിട്ട് അവരുടെ ആ മിഷൻ പൂർത്തീകരിക്കട്ടെ എന്നും നല്ല രീതിയിൽ ആശംസിക്കുന്നു. ഈ നമ്മുടെ കേരളീയരായിട്ടുള്ള എല്ലാ ആളുകളും വളരെ നല്ല മനസ്സുള്ള, സഹായിക്കാൻ മനസ്സുള്ള ആളുകളാണ്. അവരുടെ എല്ലാ ആളുകളും അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. അവരുടെ ആ ഉദ്യമം നല്ലൊരു വിജയത്തിലെത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അങ്ങനെ ഞങ്ങള് എന്താ പറയാ, എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ചോറുമായിട്ട് വന്നതാണ് ഞങ്ങൾക്കുള്ള ഉച്ചച്ചോറായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ചേച്ചി കഷ്ടപ്പെട്ട് ഇന്നലെ ഞങ്ങൾക്ക് രാത്രി നല്ല അടിപൊളി ചോറും മീൻ പൊരിച്ചതും പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റൈഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ മുട്ട മഴയായിരുന്നു ടൗണിലെത്തിയപ്പോൾ. വർക്കും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞു വർക്ക് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഇനി നാളെ രാവിലെയാണ് നമ്മൾ കാര്യമായിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലേ മാഷേ? ഇപ്പോൾ ഉള്ള നമ്മൾ ബാലുശ്ശേരി ടൗണിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അല്ലേ, ടൗണിൽ തന്നെയാണ്, പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ മാഷിൻ്റെ റിലേറ്റീവ് ഉണ്ടല്ലോ ഇവിടെ, മാമനുണ്ട്. മാമനെ വിളിച്ചപ്പോൾ മാമൻ പറഞ്ഞു, സർല ചേച്ചി നിങ്ങൾ അവിടെ വീട്ടിലേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഒരുപാട് ദൂരമുണ്ടേ. അപ്പോൾ വഴിയും മോശമാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ പൊടിച്ചു നോക്കിയില്ല എന്താണെങ്കിലും ഉള്ളതുകൊണ്ടാണ് പെട്ടെന്നായിരുന്നു പറഞ്ഞത്. അതെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സ്റ്റേഷനിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടല്ലോ. സ്റ്റേഷനിലൊക്കെ റിപ്പോർട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയാണ്, വൈകുന്നേരം ആയപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെതായ ഫുഡ് നല്ല എന്തായാലും കഞ്ഞി അച്ചരടിക്ക് ഞങ്ങൾക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഫുഡ് എന്തുള്ളതല്ല, അവർ അത്രയും റിസ്ക് എടുത്തിട്ട് ഉണ്ടാക്കി നമുക്ക് കൊണ്ട് കൊണ്ടുവന്നതല്ലേ. തീർച്ചയായിട്ടും വലിയൊരു താങ്ക്സ് കേട്ടോ. മാമനും ഒരുപാട് നന്ദിയുണ്ട്. മാമനെ നമുക്ക് നാളെ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതാണ് മാമ കേട്ടോ. മാമ മാമനെ ഇപ്പൊ ഓംലേറ്റ് വാങ്ങി വന്നിട്ടുണ്ട്. അതെ, ഇതാണ് കേട്ടോ മാമൻ. മാമന് ഓംലേറ്റ് വന്നാണ്. ചാനലിലേക്ക് പോകൂലേ? പോയിട്ട് തിരിച്ചു വന്നാണേ. മാമൻ പോയി തിരിച്ചു വന്നത് നല്ല ഓംലേറ്റ് ഉണ്ട്, നല്ല ചൂട് ഓംലേറ്റ് ഉണ്ട്. അതുകൊണ്ടാ വാങ്ങി വന്നിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്നും എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കഞ്ഞി അച്ചാറടിക്കും. ഞങ്ങൾക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇല അടക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നന്ദി പറഞ്ഞ് എന്നെ അടിക്കുന്ന പറഞ്ഞത്, അതുകൊണ്ട് നന്ദി പറയുന്നില്ല. ആവർത്തിക്കാം, അതൊരു ശീലമാക്കി മാറ്റാം. അപ്പൊ ഇന്ന് രാത്രി എന്താ കപ്പയൊക്കെയാണ്, കപ്പയും എന്തൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് തടിക്കും, കണ്ടറിയാം. മാഷിന്റെ കുടുംബക്കാർ പറയാനുള്ളത് കൊണ്ട് നമുക്കൊരു ഭക്ഷണത്തിനൊരു പഞ്ചമില്ല. എന്താണ് സലേച്ചി പറയാനുള്ളത്? ഒന്നുമില്ല, എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം. ഇവരൊരു സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയവരാണ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകണം. പ്രാർത്ഥന. മോനെ കുട്ടപ്പ, നമ്മള് നേരെ നമ്മളിപ്പോ ഇവിടെ ഉള്ളത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? അറപ്പേടിയയിൽ ഇരുന്നിട്ട് നടുറോഡിൽ ഇരുന്നിട്ട് വണ്ടിയിലുള്ളിൽ ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കാതല്ലേ. നല്ല പപ്പടം ഉണ്ട്, മീൻ പൊരിച്ചത്,
പിന്നെ ചമ്മന്തി, സാമ്പാറ്, സാമ്പാറിന്റെ പച്ചക്കറി. ഇതാണ് ചേച്ചിയാണ്. ഇതിപ്പോ ഞങ്ങളിപ്പോ എവിടെയുള്ളത് അറിയാം, കറക്റ്റ് നമ്മളെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ അടുത്താണ്. ഇതാ റോഡ് ടൗണിലാട്ടോ, റോഡ് സൈഡിൽ തന്നെ ഞങ്ങളിത് ഇങ്ങനെ ടെർഫുണ്ട് ഇവിടെ. ടെർഫിന്റെ സൈഡിൽ ഇതാ ചേച്ചി ചോറ് കൊണ്ടുവന്നു. ഇതാ ഞങ്ങളിത് ചോറടിക്കുകയാണ് കേട്ടോ. അന്ത തുടങ്ങി. ഓക്കെ, പിന്നെ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടടിക്കട്ടെ, വെച്ചിട്ട് വെറുതില്ല.